ഒരു ഗ്രാമത്തിൽ രോഹിത് എന്നൊരു ബാലൻ ജീവിച്ചിരുന്നു. അവന് പഠനത്തിൽ നല്ല കഴിവുണ്ടായിരുന്നു, പക്ഷേ സഹിഷ്ണുത കുറവായിരുന്നു. എല്ലാം വേഗത്തിൽ നേടണമെന്നായിരുന്നു അവന്റെ പതിവ്. രോഹിത് ഒരു ചെറിയ ശേഖരിക്കുന്ന ഒരു തേനീച്ചയെ കണ്ടു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ വഴിയിൽ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന ഒരു തേനീച്ചയെ രോഹിത് കണ്ടു. സ്വയം, ഇത്ര ചെറുതായ തേനീച്ചയ്ക്ക് എത്ര വലിയ പരിശ്രമം! ഞാനായിരുന്നെങ്കിൽ 2 പൂക്കൾ കണ്ടാൽ മതി, പിന്നെ വിശ്രമിക്കുമായിരുന്നു. രോഹിത് ആ തേനീച്ചയുടെ കഠിനാധ്വാനം കണ്ട് അത്ഭുതപ്പെട്ടു. താനായിരുന്നെങ്കിൽ പെട്ടെന്ന് തളരുമെന്ന് അവൻ ചിന്തിച്ചു. അതുകണ്ട് അടുത്തുള്ള കൃഷിക്കാരനായ രാമൻചേട്ടൻ ചിരിച്ചു പറഞ്ഞു, രാമൻചേട്ടൻ, മക്കളെ, തേനീച്ചയെ അവഗണിക്കണ്ട. അവൾ ചെറുതായാലും അധ്വാനത്തിന്റെ മഹിമ നമ്മെ പഠിപ്പിക്കുന്നു. അവളുടെ പരിശ്രമം കൊണ്ടാണ് തേൻ കിട്ടുന്നത്. അവൾ ഒരു പൂക്കളിൽ നിന്ന് മതിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരിക്കലും തേൻ രുചിക്കാനായേനെ. സമീപത്ത് ഒരു കർഷകൻ രോഹിതിന് തേനീച്ചയുടെ കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊടുത്തു. അത് കേട്ട രോഹിത് അല്പം നാണപ്പെട്ടു. രോഹിത്, അതായത് എനിക്ക് വേണ്ടത് വേഗതയല്ല, സഹിഷ്ണുതയും അധ്വാനവുമാണല്ലോ. രാമൻചേട്ടൻ, ശരി, വലിയ വിജയങ്ങൾ ചെറിയ പരിശ്രമങ്ങളുടെ കൂട്ടായ്മയാണ്. ഇത് കേട്ട് രോഹിത് തനിക്ക് ക്ഷമയും കഠിനാധ്വാനവുമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി. ദിവസത്തിനുശേഷം രോഹിത് പഠനത്തിലും ജീവിതത്തിലും ക്ഷമയും സ്ഥിരാധ്വാനവും കാണിച്ചു. ഒടുവിൽ ഗ്രാമത്തിലെ മറ്റു കുട്ടികൾക്കു മാതൃകയായി. അവൻ പിന്നീട് കഠിനാധ്വാനിയാകുകയും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുകയും ചെയ്തു.